എല്ലാവർക്കും സബിതാസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അഗത്തി എന്നും പറയുന്ന ഈ പൂവ് ഉപയോഗിച്ചുള്ള ഒരു സ്വാദിഷ്ടമായ മെഴുക്കുവരട്ടിയാണ്. അത് രണ്ട് രീതിയിൽ ഞാനിവിടെ തയ്യാറാക്കുന്നുണ്ട്. ഏകദേശം 38ഓളം ചുവപ്പും വെളുപ്പുമായ അഗസ്തിപ്പൂവ് എടുത്തിട്ടുണ്ട്. ഒരു സവാള, 2 പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ് എടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മഞ്ഞ പൂമ്പൊടി ഇങ്ങനെ റിമൂവ് ചെയ്ത് കളയണം. അത് മുട്ടാണെങ്കിൽ ഇങ്ങനെ കത്തി വെച്ച് ചെറുതായി കീറിയ ശേഷം എടുത്ത് കളയുക. പിന്നീട് ചെറുതായി നമ്മൾ പച്ചക്കറിയൊക്കെ അരിയുന്ന പോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഈ മഞ്ഞ പൂമ്പൊടി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, തിരക്കുള്ളവരാണെങ്കിൽ കളയണമെന്നില്ല. പിന്നെ നമ്മൾ ചട്ടി വെച്ച് വെളിച്ചെണ്ണ 1 ടീസ്പൂൺ ഒഴിച്ച ശേഷം ഇത് ഇടുക. കടുകൊന്നും താളിക്കണ്ട, അല്ലാതെ ചുമ്മാ വാരി ഇട്ടാൽ മതി. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക് ചേർക്കണം. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. അതിനുശേഷം മെല്ലെ എങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ട് 5 മിനിറ്റ് മൂടി വയ്ക്കണം. സാധാരണ ഞാനിത് തിരുവനന്തപുരം ഭാഗത്താണ് ഈ പൂവ് ഒരുപാട് കണ്ടിരിക്കുന്നത്. ഇനി വടക്കോട്ടൊക്കെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. നിങ്ങളൊന്ന് വടക്കുള്ളവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യണം. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, എൻ്റെ വീട് വടക്കാണ്, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഇത് കണ്ടേക്കണം, തിരുവനന്തപുരത്ത്. ശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഇളക്കി വെച്ച് പിന്നെയും മൂടി വെക്കണം. ഇത് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു മെഴുക്കുവരട്ടിയാണ്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുക എന്ന് മാത്രമല്ല, നല്ല വൈറ്റമിൻ ഉള്ള ഒരു മെഴുക്കുവരട്ടിയാണിത്. വാ പൊള്ളലിനൊക്കെ നല്ലതാണ്. അതിനുശേഷം ഞാനത് അത് കുറച്ചെടുത്ത് മാറ്റി വെച്ച ശേഷം 4 വശത്തേക്കും നീക്കിയിട്ട് ഞാൻ ഇനി ഇതിലേക്ക് ഒരു മുട്ട ഒഴിച്ചിട്ട്, ഈ കൊച്ചു മക്കളൊക്കെ ഉണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കാൻ പോണ ഒരിതാണ്. ഇതിലേക്ക് ഒരു മുട്ട അങ്ങ് ഒഴിക്കും. മുട്ട ഒഴിക്കുമ്പോൾ ഈ പിള്ളേർക്ക് ചിലപ്പോൾ ഈ ചെറിയൊരു കയ്പുണ്ട് ഇതിന്, അത് കൊച്ചു പിള്ളേർക്കൊന്നും ഇഷ്ടപ്പെടില്ല. അപ്പം നമ്മൾ ഈ മുട്ടയും കൂടി ചേർക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. അതിനുശേഷം ചെറുതായി വെളിച്ചെണ്ണയും ആ മുട്ടയ്ക്ക് വേണ്ടി ശകല ഉപ്പും ഇത്തിരി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതി. ഇതൊന്നും ചേർത്തില്ലെങ്കിൽ തന്നെ ഇത് നല്ല രുചിയാണ്. ഇതൊക്കെ പിള്ളേരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അപ്പോൾ ഈ വായിലൊക്കെ വന്ന ചെറിയ പൊള്ളലൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വരത്തില്ല. പക്ഷെ അതിനും ഇത് എണ്ണ കാച്ചിയൊക്കെ ഇവിടെ ഉള്ളവർ വായിൽ പുരട്ടാറുണ്ട്. പിന്നെ നമ്മൾ അതൊക്കെ ചെയ്ത ശേഷം അങ്ങനെ മൂടി വയ്ക്കണം. മൂടി വെച്ചിട്ട് മുട്ടയൊക്കെ ചേർത്ത ശേഷം മൂടി വെച്ച് വീണ്ടും കുറച്ച് നേരം കഴിയുമ്പോൾ അത് തുറന്നൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി ഇങ്ങനെ കൊടുക്കണം. അപ്പോഴത്തേനും നല്ല മണമൊക്കെ വരും കേട്ടോ, മുട്ടയുടെയും ഇതിൻ്റെയൊക്കെ നല്ല മണം. നമ്മൾ കഴിക്കൂല എന്നൊക്കെ വിചാരിച്ചിരുന്നാലും നമുക്കിത് കഴിക്കാൻ പറ്റും. അങ്ങനെ സ്വാദിഷ്ടമായ മുട്ട ചേർത്ത മെഴുക്കുവരട്ടിയും നമ്മൾ മുട്ട ചേർക്കാത്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി.